തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പ്രതിസന്ധി തുറന്നു കാണിച്ച ഡോക്ടർ ഹാരിസിനെതിരെ നിയമ നടപടി ഉണ്ടായിരിക്കുകയാണ്. കുറച്ച് ദിവസങ്ങളായി വീഡിയോ ഇടാറില്ല, തീരെ സുഖമില്ലാതിരിക്കുകയാണ്. എന്നാലും ഇതിനെതിരെ പ്രതിഷേധം രേഖപ്പെടുത്തിയില്ലെങ്കിൽ സാമൂഹിക പ്രതിബദ്ധത തീരെയില്ലാത്ത ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ ആയിപ്പോകും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അനാരോഗ്യമൊക്കെ മാറ്റിവെച്ച് 2 വാക്ക് പറയണം വേണ്ടി നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. എത്രയോ ധനം സമ്പാദിക്കാനുള്ള എല്ലാ അവസരങ്ങളും മാറ്റിവെച്ചാണ് ഡോക്ടർ ഹാരിസ് ചിറക്കലെ പോലെയുള്ള മഹത് വ്യക്തി, മഹാനായ ഒരു വിശ്വഘരൻ ആതുര സേവനത്തിനായി സർക്കാർ മെഡിക്കൽ കോളേജിൽ തന്നെ ജോലി ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി സുഗമമായി ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ടാണ് പലവട്ടം റിമൈൻഡേഴ്സ് അയച്ചിട്ടും പലരെയും ഓർമ്മപ്പെടുത്തിയിട്ടും അതിന് കാര്യമായ ഫലം കാണാതായപ്പോഴാണ് അദ്ദേഹം പൊതുസമക്ഷം വന്ന് തുറന്നു പറഞ്ഞത്. അതും സർക്കാർ സേവനം പാവങ്ങളിൽ പാവങ്ങളായ ഡെസ്റ്റിറ്റ്യൂട്ട്സിനെ കിട്ടണമെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ഭാഷ്യത്തിൽ പ്രൊഫഷണൽ സൂയിസൈഡ് എന്ന് പറഞ്ഞത്. അത്രയും സെൻസിറ്റീവായിട്ടുള്ള ഒരു മഹാനായ ഒരു വിശ്വഘരനെ അക്ഷരമായി പുലബന്ധം പോലുമില്ലാത്ത രാഷ്ട്രീയക്കാർ ക്രൂസിഫൈ ചെയ്യുന്നൊരു കാഴ്ച താങ്ങാവുന്നതിലും കാണാവുന്നതിലും അപ്പുറം തന്നെയാണ്. ആരോഗ്യവകുപ്പ് മന്ത്രി എന്ന അശ്ലീലത്തെ ജനങ്ങൾക്ക് ഇനിയും സഹിക്കാൻ വയ്യ. എന്ത് തന്നെ വീഴ്ച വന്നാലും മറ്റുള്ളവരുടെ പേരിൽ കുറ്റം മെല്ലെ ഇട്ട് അവനവൻ്റെ ഭാഗം ഭദ്രമാക്കാനും സേഫാക്കാനും ആ സ്ത്രീ ശ്രമിക്കുന്ന കാഴ്ചകൾ നാം കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. അവരെ ഒരു മാനത്ത് നിന്ന് പൊട്ടി വീണ ഒരു രാഷ്ട്രീയക്കാരിയായിട്ടും ഒരു രാഷ്ട്രീയക്കാരിയായി മാത്രമാണ് ഞാൻ കാണുന്നത്. അവർക്ക് കമ്മ്യൂണിസമായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ല. ഇനി അവരുണ്ടെന്ന് വരുത്തി തീർത്താലും എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു വിഷയവുമല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു ബിഗ് സീറോ തന്നെയാണ്. എന്ത് അധികാരമാണ്, എന്ത് അർഹതയാണ് ഇത്രയും മഹാനായ ജനങ്ങളുടെ ആയിരക്കണക്കിന് മനുഷ്യരുടെ ജീവൻ രക്ഷിക്കുന്ന ദൈവതുല്യമായ ഒരു മനുഷ്യനെതിരെ നടപടിയെടുക്കാൻ എന്ത് അർഹതയാണ് ഈ സ്ത്രീക്കുള്ളത് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇവർക്കെതിരെ നടപടിയെടുക്കണമെങ്കിൽ 2 കൊല്ലം കൂടി കഴിയണം ജനങ്ങൾക്ക്. അവരൊന്നും ആഗ്രഹിച്ചു വന്നതുമല്ല. അവരൊന്നും കാര്യമായിട്ട് ഇടിയും കൊണ്ട് ചോര തുപ്പി പാർട്ടിക്ക് കോട്ട കെട്ടി വന്ന സ്ത്രീയുമല്ല. അതുകൊണ്ട് അവർക്ക് കിട്ടാവുന്നതിൻ്റെ മാക്സിമം കിട്ടി. ഒന്നും അല്ലാതിരുന്ന സ്ത്രീക്ക് ഇത്രയൊക്കെ കിട്ടി. അപ്പോൾ അല്പന അർത്ഥം കിട്ടിയ അർദ്ധരാത്രിക്കും കൊടപിടിക്കും എന്നുള്ള രീതിയാണ് ഈ സ്ത്രീ ഇപ്പോൾ ഈ മഹാനായ ഡോക്ടറോട് കാണിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പൊതുസമക്ഷം വന്ന് ഇത്രയധികം ആൾക്കാരുടെ കണ്ണീരൊപ്പിയ ഡോക്ടറുടെ കണ്ണീര് പൊതുസമക്ഷം വീഴ്ത്തുന്ന ഈ സ്ത്രീയുടെ രീതി ഒട്ടും ശരിയായില്ല. നല്ല മനുഷ്യരെ, സുമനസ്സുകളെ ചേർത്ത് പിടിക്കുകയും അവരെ ഉയർത്തിപ്പിടിക്കുകയും അവരെ ആദരിക്കാനും പഠിക്കാത്ത ഈ സ്ത്രീ ആരോഗ്യവകുപ്പിന് ഭൂഷണമല്ല, കളങ്കമാണ്. അവരെത്രയും പെട്ടെന്ന് അവരുടെ മുഖം കാണുന്നത് തന്നെ നമുക്കൊന്നും ഇപ്പോൾ വലിയ ആയിക്കൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിനെ ഒരു പെരുമാറ്റച്ചട്ടത്തിൻ്റെ പേരിലുള്ളൊരു നടപടി മാത്രമല്ല, ഈ ചതുരവടിവിൽ അച്ചടി ഭാഷയിൽ വന്ന് ഇരുന്ന് പറയുന്നു അതിൽ MP-യുടെ ഫണ്ടിൽ ഇൻസ്ട്രുമെൻറ്റ്സ് വാങ്ങി ബാക്കി വന്ന MP-യുടെ ഫണ്ടിലെ ഒരു ഭാഗം
കളവ് പോയിരിക്കുന്നതായി കാണപ്പെട്ടു. ഞങ്ങളൊക്കെ ഈ പൊതുജനങ്ങൾ കളവുകൾ എത്ര കണ്ടിട്ടുണ്ട്, ഇരുന്നിട്ട് ഇരിക്കുക തന്നെയാണല്ലോ അവിടെയൊക്കെ. ഈ പൊതുജനം ഈ കളവ് അപ്പോൾ അദ്ദേഹത്തെ കള്ളനെന്നും കൂടി വിളിച്ചിറക്കി വിടുകയാണ് ചെയ്തത്. അദ്ദേഹത്തിന് അവിടെ ഒട്ടിപ്പിടിച്ച് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. അന്നേ മോശമായി പെരുമാറണമെന്ന് കാണുമ്പോൾ തന്നെ രാജിവെച്ച് പോവുക. ഇനിയൊക്കെ സർക്കാർ ആശുപത്രിയിൽ മര്യാദക്കാരായിട്ടുള്ള മഹാമനസ്കരായിട്ടുള്ള നല്ല ഭിഷഗ്വരന്മാരും നല്ല വൈദ്യന്മാരും ഒന്നും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നല്ല മനുഷ്യരെ ഇങ്ങനെ ഈ അവരുടെ മേത്ത് കുതിര കയറുകയും അവരെ ഇങ്ങനെ കോർണർ ചെയ്യുകയും അവരെ നല്ലിഫൈ ചെയ്യും, ഒന്നുമല്ലാതാക്കി തീർക്കുകയും ചെയ്യുമ്പോൾ നല്ലവരൊക്കെ അങ്ങോട്ട് വരുമോ? നല്ല അധ്യാപകരെ കിട്ടില്ല. നമ്മളൊക്കെ ഒതുങ്ങി വല്ല മുക്കിലും മൂലയിൽ ഇരിക്കുകയാണ്. പണമുള്ള ആൾക്കാരല്ലേ അവിടെയൊക്കെ ഉള്ളൂ, മാഫിയ സംഘങ്ങളല്ലേ എല്ലായിടത്തും നിൽക്കുന്നുള്ളൂ. ഈ ഹാരിസ് ചെറക്കലിൻ്റെ കണ്ണീര് എന്ന് പറഞ്ഞാൽ പൊതുജനത്തിൻ്റെ കണ്ണീര് തന്നെയാണ്. ആ കണ്ണീര് അദ്ദേഹത്തിൻ്റെ കണ്ണിന്ന് കണ്ണുനീര് അടർന്നു വീണിട്ടുണ്ടെങ്കിൽ അത് പൊതുജനം ചോദിക്കുക തന്നെ ചെയ്യും. ആരോഗ്യമന്ത്രി നിങ്ങൾ വളരെ മോശമായ ഒരു രീതിയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതൊന്നും പൊതുജനം നിങ്ങളോട് ചോദിക്കാതിരിക്കില്ല. പൊതുജനം ചോദിക്കുകയോ അതിന് പോപ്പുലർ വിൽ നിങ്ങൾക്ക് എഗൻസ്റ്റ് ആകുന്നത് മാത്രമല്ല, പ്രപഞ്ചം സത്യമുണ്ട്, കാലം കരുതി വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് നിങ്ങൾക്ക് ഒഴിഞ്ഞു പോകാൻ പറ്റില്ല. വീണ മന്ത്രി, നിങ്ങൾ ഈ ചെയ്തത്, അല്ലെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ പിന്നിലുള്ള ഉപജാപ സംഘങ്ങൾ ആരാ, അവരൊക്കെ ഇതിന് മറുപടി കൊടുത്തേ മതിയാവും. ഡോക്ടർ ഹാരിസിനൊപ്പം അദ്ദേഹത്തിൻ്റെ എല്ലാ ഭാവങ്ങളും നേരുന്നു. പറ്റുകയാണെങ്കിൽ കഴിയുകയാണെങ്കിൽ അദ്ദേഹത്തെ നേരിപ്പോയി കണ്ട് അദ്ദേഹത്തിൻ്റെ മുന്നിൽ അദ്ദേഹത്തിന് സാഷ്ടാംഗ പ്രണാമം ചെയ്യുന്നു. ഡോക്ടർ ഹാരിസിനെ കേരള ജനതയുടെ കൂപ്പുകൈ. വളരെ നന്ദി സർ, കരയരുത്, പൊതുജനം താങ്കളുടെ കൂടെയുണ്ട്. നന്ദി, നമസ്കാരം.